പുള്ളി അത് കൈ കിട്ടി, അത് ഒരു കൈ കൊണ്ട് നൂർത്തിട്ട് പുള്ളി ഈ കൈ മുറിച്ചെടുത്തു. ഇങ്ങനെ ചുറ്റി മുറിച്ചിട്ട് ബോണല്ല ഇറച്ചിയെ മുറിക്കുന്ന ഇറച്ചി മൊത്തം മുറിച്ചിട്ട് പുള്ളി പറയാം ഇത് ഓടിച്ചപ്പത്തേന് ടക്കെന്നുള്ള ഒച്ച കേട്ട് ഈ മനുഷ്യൻ തന്നെ ഓടിക്കുന്ന എല്ല് ഓടിച്ച അല്ലേവന് ജീവനില്ല. അത് ഓടിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞു നടന്നു. തിരിഞ്ഞ് അപ്പൊ ഒരു 2 മൈലോ 3 മൈലേ ഉള്ളൂ ഈ ചോരയും കൊണ്ട്. അപ്പൊ മൂന്നാമത്തെ ദിവസം പുള്ളി തിരിഞ്ഞു നടന്ന് ഈ വാതൊക്കെ വന്ന് കന്നടിച്ച് വീണുപോയി. വീണപ്പോ അവിടെ ഇച്ചിരി ചെളികളും കിടക്കുന്നുണ്ടായിരുന്നു, അതിനകത്തോട്ടാ വീണത്. എന്നിട്ട് ആ വെള്ളം വലിച്ചു കുടിച്ചു. അപ്പത്തേനും ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇങ്ങനെ നടക്കാനായിട്ട് പോയപ്പോ ഈ കേവ് കണ്ട് ഇതിനകത്ത് ആൾക്കാരിങ്ങനെ പോവും, നടക്കാൻ പോകുന്നതാണല്ലോ. അപ്പൊ അവരിന്ന് എന്റെ വാതിക്കൽ ഒരാള് കിടക്കുന്നു. അവര് പഠിച്ചെന്ന് എടുത്ത് അതിനെ പിന്നെ എമർജൻസിനെ വിളിച്ചു. അവിടുന്ന് ഫോൺ കിട്ടും വാതക്കല്ലേ. അവര് വന്ന് അതിനെ പൊക്കെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ട് കഴിഞ്ഞപ്പോഴേ പുള്ളി കഥ പറയുന്നു ഇങ്ങനെ. അത് സിനിമയായി, ഭയങ്കര ഫേമസ് മൂവിയായി. അപ്പൊ അതായത് ആ മനുഷ്യൻ പറയാ ഇത് ഈ കൈ, എന്നിട്ട് പുള്ളി ഇതിന്റെ ഓരോ ടോപ്പിന് പോയി ഓരോ യൂണിവേഴ്സിറ്റികളിലൊക്കെ. എന്നിട്ട് പുള്ളി പറയാ ഈ കൈ മാത്രമേ എനിക്ക് പോയുള്ളൂ അന്ന്. പക്ഷെ ഞാൻ അതിനെ പിന്നെ സർവൈവ് ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ എന്റെ ജീവനും പോയാലും ഞാൻ ഇവിടെ നിൽക്കുകയല്ല. അതായത് ഒരു കൈ പോയെന്ന് അർത്ഥമൊന്നുമില്ല, ഒരു കണ്ണു പോയെന്ന് അർത്ഥമുണ്ടല്ലോ, അല്ല ഒരു കാലില്ലെന്ന് അർത്ഥമുണ്ടോ. നമുക്ക് പട്ടാളത്തിൽ പോകുന്നവര് അല്ല അപകടത്തിൽപ്പെട്ട് കാല് പോകുന്ന അതൊക്കെ നിരാശനാകുന്നവനും ഉണ്ട്, പോസിറ്റീവ് അതിൽ നിന്ന് കയറി പോസിറ്റീവ് ആകുന്നവനും ഉണ്ട്. മൈൻഡിന്റെ പവറിലെ അതായത് ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, ഈ ഒരു കൊമ്പൊടിഞ്ഞ ആന ഓടി പോകുന്നുണ്ട്, ഒരു കാലില്ലാത്ത മാൻ കുതിച്ച് പോകുന്നുണ്ട്. അതാ നമ്മൾ പഠിക്കേണ്ടത്. അതും മരിക്കുന്നിടം വരെ ആവുമ്പോ ആയുവാ. അതിനൊരു ഭംഗിയുണ്ട്. അതേസമയം അത് അവിടെ കിടന്ന് പഠിക്കുകയാണ് അതിനുണ്ടോ നമ്മളിങ്ങനെ നോക്കിട്ട് ചാകാൻ തുടങ്ങുക അങ്ങനെയല്ല. നമുക്കൊരു നിരാശയാണ്. മറ്റേതിനെ കാണുമ്പോ നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അവനൊരു 3 കാലമാകുമ്പോ ആയിരുന്നുണ്ട്. അതാ ജീവിതത്തിൽ വേണ്ടത് നമ്മള് പഠിക്കുക. പിന്നെ ഒരു ഇങ്ങനെ നോക്കുമ്പം പലരെയും കാണുമ്പോ, അതുകൊണ്ടാണ് ഞാൻ ഇവരോടൊക്കെ പറയുന്നത്. നമ്മള് പള്ളിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഇപ്പൊ ബെൻലിയുടെ കാര്യം അല്ലെ റോൾസ് റോയ്സിന്റെ ചിലരുടെ കണ്ണിൽ അതാ പെടുന്നത്. പെട്ടെന്ന് പണത്തിന്റെ അല്ല നല്ല ഷൂസ് ഇട്ടു, നല്ല ബാഗ് പിടിച്ചു, ഇതെല്ലാം ആൾക്കാരുടെ കണ്ണിൽ പെടുന്നു. അല്ലെ വലിയ മില്ലിന്റെ കല്യാണം നടന്നു, ചെറുക്കന്റെ ഉടുപ്പ് ഇന്നതായിരുന്നു, അതൊക്കെ ചിലരുടെ കണ്ണിൽ ഇങ്ങനെ പെടും. നമുക്കിതൊന്നും പെടുന്നില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരാവശ്യമുള്ള ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നതായിരിക്കും നമ്മുടെ കണ്ണിൽ പെടുന്നത്. അതിങ്ങനെ മാറി നിൽക്കും, ഇങ്ങനെ മാറി നിൽക്കുമ്പോ അയാൾക്ക് എന്തോ ഒരു ആവശ്യം കാണും. അപ്പൊ നമ്മുടെ അടുത്തോട്ട് വരുവോ അല്ല നമ്മളങ്ങ് ചെന്നാൽ മതി. അന്നേരം പുള്ളി പറയും ഇങ്ങനെ ഞാനിങ്ങനെ ഈ വെള്ളത്തിനിടയ്ക്ക് ആരും കാണുന്നില്ല.